ഹേ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം വെളുപ്പിന് 4:30 നമ്മളിപ്പോൾ ഹിമാചൽ ബോർഡർ ക്രോസ് ചെയ്തു. ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് സ്ഥലത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഞാനിവിടുന്ന് ഒരു കോഫി ഓർഡർ ചെയ്തു. പക്ഷേ ഗൈസ് കോഫിക്കൊക്കെ ഇവിടെ നല്ല വിലയാണ്. പിന്നീട് ഒരു 2-3 hours കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മണാലി എത്തി. അതേ ഗൈസ് മണാലി. ഞാൻ നേരത്തെ എങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഗൈസ് ഇവിടുത്തെ വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. രാവിലെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്ര തണുപ്പില്ലായിരുന്നു, പക്ഷേ നല്ല വെയിലായിരുന്നു ഗൈസ്. വോൾവോ നമ്മൾ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്, ബട്ട് ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് ഉണ്ട് ഹോട്ടലിലോട്ട്. അപ്പോൾ ലഗേജൊക്കെ നമ്മൾ ട്രാവലറിൽ ലോഡ് ചെയ്തു. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലെത്തി. കുറേ ആപ്പിൾ തോട്ടത്തിൻ്റെയൊക്കെ നടുക്കാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. അപ്പോൾ ആപ്പിൾ തോട്ടത്തിൻ്റെയൊക്കെ നടുക്കൂടെ നടന്ന് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. ആകെ ഒരു ഗ്രീനറി, റിഫ്രഷിങ്, കാം വൈബായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നേരെ നടന്ന് നമ്മൾ റിസപ്ഷനിൽ പോയി കീ കളക്ട് ചെയ്തു. ഗൈസ് റൂമിൻ്റെ കീ കിട്ടി. എൻ്റെ റൂം ടോപ്പ് ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത്. ലഗേജിന് പിന്നെ തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വ്യൂ കാണുമ്പോൾ ചെറിയൊരു ആശ്വാസം. ഞാനിപ്പം സെക്കൻഡ് ഫ്ലോറിൽ, അല്ല തേർഡ് ഫ്ലോറാണ് എനിക്ക് തന്നേക്കുന്നത്. സെക്കൻഡ് ഫ്ലോർ എത്തി ഗൈസ്. ഉയരം കൂടുന്തോറും വ്യൂ നൈസ് ആവുന്നതും. റൂം നമ്പർ 303. ബട്ട് റൂം കണ്ടപ്പോൾ ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഗൈസ്. നല്ല അടിപൊളി റൂമായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റൂംസ് ആയിരുന്നു. ഒരു ക്വിക്ക് റൂം ടൂർ തരാം ഗൈസ്. ഒരു നൈസ് കംഫി ബെഡ് ഉണ്ട്, ഒരു മിറർ ഉണ്ട്, പിന്നെ നമുക്ക് കോഫിയും ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ അവർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ നൈസ് ക്ലീൻ ബാത്റൂം ആയിരുന്നു ഗൈസ്. ഒരു നല്ല ഷവർ സ്പേസ് ഒക്കെ വരുന്നൊരു ബാത്റൂമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഓവറോൾ കൊടുത്ത പൈസയ്ക്ക് ടോട്ടലി വർത്തിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അധികം ടൈം കളയാനൊന്നുമില്ല. നേരെ ഫ്രഷപ്പ് ആയി. വെള്ളത്തിലേക്ക് നല്ല തണുപ്പ്, പിന്നെ ഹീറ്റർ ഉള്ളതുകൊണ്ട് സീനില്ല. എൻ്റെ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഗൈസ് ഇത്. സ്നോവിന് നടക്കുന്ന കുറേ മൗണ്ടൻസും പച്ചപ്പ് നിറഞ്ഞ ട്രീസും നൈസ് അല്ലേ. പിന്നീട് ഞാൻ കുറച്ച് നേരം വ്യൂ ഒക്കെ അഡ്മയർ ചെയ്ത് നേച്ചറിൻ്റെ ആ ബ്യൂട്ടിഫുൾ വോയിസസ് ഒക്കെ കേട്ട് കുറച്ച് നേരം ഒന്നും ചെയ്യാതിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകാൻ ഇനിയും ടൈം ഉള്ളതുകൊണ്ട് കൈ കിട്ടിയൊരു ആപ്പിളും എടുത്ത് കഴിച്ച് ഞാൻ നേരെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഗൈസ് ലേറ്റർ ഇൻ ദ ഡേ ഓൾഡ് മണാലി എക്സ്പ്ലോറിങ്, ലോക്കൽ ഫുഡ് സ്ട്രീറ്റ്, മാൾ റോഡ്, മണാലി മാർക്കറ്റ്, പൈൻ ഫോറസ്റ്റ്, പുതിയ കുറേ ഫ്രണ്ട്സ്, ഹഡിംബ ടെമ്പിൾ, അങ്ങനെ കുറേ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.